മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ പൊളിറ്റിയിൽ കുറച്ച് പോർഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ജോഗ്രഫിയാണ്. അപ്പം ഏതൊക്കെ പുസ്തകങ്ങളാണ് വേണ്ടതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ കാണിച്ചു തരാം. അത് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിനപ്പുറത്തോട്ടും ഇനി പുസ്തകങ്ങൾ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. ഇത് NCERT ആണ്. NCERT ബുക്കാണ് +1-ൻ്റെ. ഓക്കെ, അതുപോലെ ഇത് GC ലിയോങ്ങിൻ്റെ ജോഗ്രഫിയുടെ ബുക്കാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരുവിധം പഠിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്കിത് ജോഗ്രഫി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇത് മാജിദ് ഹുസൈൻ്റെ ആണ്. ഇത് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫിയാണ്. പിന്നെ ഇതും +2 ബുക്ക് തന്നെയാണ് കേട്ടോ. NCERT ബുക്കാണ്. ഇത് ഞാൻ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് പോർഷൻസൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോർഷൻസാണ്. അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഈ ഒരു പുസ്തകം കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള NCERT ബുക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് NCERTയുടെ 7000 ഫാക്ട്സ് വരുന്നൊരു ബുക്കാണ്. ഇത് 6th to 12th വരെയുള്ള NCERTയുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പുസ്തകത്തിൽ നമുക്ക് ജനറൽ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, വേൾഡ് റീജിയണൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, പിന്നെ ഇമ്പോർട്ടൻറ്റ് മാപ്സ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതിൽ വരുന്നത് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻസർ പോലെ തന്നെയാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ നോട്ട്സും ചെറിയ നോട്ട്സും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അതിൻ്റെ ആൻസർ കൊടുക്കുന്നു, അതിൻ്റെ ചെറിയ നോട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എല്ലാ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും വായിക്കാം, ആൻസർ ചെയ്യാം. ആ ആൻസേഴ്സിൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് പോലെ കിട്ടുമ്പോൾ നമുക്ക് അതുകൂടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ ആസ്ത അക്കാഡമിയുടെ LDCയുടെ ഒക്കെ ഒരു ബുക്ക് അങ്ങനെയായിരുന്നു. റാങ്ക് ഫയൽ, സ്മാർട്ട് ഫയൽ, ക്വസ്റ്റ്യൻ ആൻസറും അതിനുശേഷം അതിൻ്റെ ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ. അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ UPSCയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, NCERT കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 6th to 12th നമുക്ക് ബുക്സ് അവൈലബിൾ, എൻ്റെ കയ്യിൽ ബുക്സ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് PDF ഒക്കെ വെച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നോട്ട് എഴുതുക എന്നുള്ളതൊക്കെ എനിക്ക് നോട്ട് എഴുതണം, അത് നിർബന്ധമാണ്. പക്ഷെ അത് പിന്നെ നമ്മൾ അറിയാലോ, നമ്മളിങ്ങനെ കുറേ പഠിക്കുന്നു, എഴുതുന്നു, കിട്ടുന്നില്ല. പിന്നെ നമുക്ക് തന്നെ ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ എല്ലാത്തിനോടും മടുപ്പ് വന്നു തുടങ്ങും. പിന്നെയും നമ്മൾ അതിൽ നിന്നൊരു മോട്ടിവേഷനൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും പഠിക്കുന്നു. അപ്പം പിന്നെ എനിക്കത് എങ്ങനെയാലും NCERT കംപ്ലീറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണം. എനിക്കാണെങ്കിൽ NCERT കിട്ടാനുമില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എല്ലാം നോക്കി പഠിച്ചതാണ്. പിന്നെ ഇതിലും ഞാൻ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലാസ്സൊക്കെ കണ്ടിട്ട് NCERTയുടെ ക്ലാസ് കണ്ട് ഇതും പഠിച്ചിട്ട് ദെൻ അതിൽ നിന്ന് എക്സ്ട്രാ നോട്ട്സൊക്കെ ഞാനിങ്ങനെ ഷോർട്ട് നോട്ടാക്കിയിട്ട് തന്നെ പോയിൻറ്റ്സ് ആക്കിയിട്ട് തന്നെ എഴുതി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചാപ്റ്റർ വൈസ് തന്നെ ചെയ്ത് വെച്ചതാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് തന്നെ ഞാൻ ചെയ്ത് നോട്ട് എഴുതി അങ്ങനെ വെച്ചതാണ്. ഇത് 7ാം ക്ലാസ്സിൻ്റെയാണ് ചാപ്റ്റർ 4. ഇത് 7ാം ക്ലാസ്സിൻ്റെ 5th ചാപ്റ്റർ. അങ്ങനെ ചാപ്റ്റർ വൈസ് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചതാണെല്ലാം. അപ്പോൾ നമുക്ക് പഠിക്കാനും ചാപ്റ്റേഴ്സ് ക്ലാസ് വൈസ് പഠിക്കാനൊക്കെ ആണെങ്കിലും എളുപ്പമാണ്. അപ്പം ഈ രീതിയിലാണ് ഈ ഒരു പുസ്തകം. ഇത് ഭയങ്കര എനിക്ക് കുറച്ചുകൂടെ NCERT പഠിക്കാൻ, ഇപ്പോൾ നമ്മൾ PSC പഠിക്കുമ്പോൾ നമുക്ക് SCERT പഠിക്കാനൊക്കെ ഇതേപോലത്തെ പുസ്തകങ്ങൾ കിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ NCERT പഠിക്കാൻ അടിപൊളിയാണ് കേട്ടത്. പിന്നെ ഈ ഒരു ബുക്ക്, ഇത് ഞാൻ വായിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ വാങ്ങി വെച്ച അറിയുന്നൊരു കുട്ടിയുടെ അടുത്തുനിന്ന് വാങ്ങി വെച്ചതാണ്. ഇത് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. ഇനി വേണം അത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പഠിച്ച സാധനമാണ്. ഇത് UPSCയുടെ ആണ്. ഇത് ഞാൻ ആ സമയത്ത് പഠിച്ചതാണ്. ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് ഇത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. പിന്നെ ഇത് ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനടക്കം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബുക്ക്. പിന്നെ നമ്മുടെ SCERT, അപ്പോൾ SCERTയുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചാപ്റ്റേഴ്സ്, ഇപ്പോൾ പുതിയ ബുക്ക് മാറിയതിന് ശേഷമുള്ള ബുക്സ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ആ ബുക്കൊന്നും എനിക്ക് അവൈലബിൾ അല്ല. അതിന് യൂട്യൂബൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാനും നോട്ട് എഴുതാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബുക്സ് കേട്ടോ.
നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ഇന്ത്യ ഭൗതിക പരിസ്ഥിതി, ഫിസിയോഗ്രഫി. ഇന്ന് നമുക്ക് വേദിക IASന്റെ ടെസ്റ്റ് സീരീസ് ഇവിടെ ഉണ്ട്. അപ്പം അതിൽ എനിക്ക് ഇന്ത്യയുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആ ടൈം ടേബിൾ അതാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതന്നെ പഠിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് NCERT ആണ്. അപ്പം ജസ്റ്റ് ഇതൊന്ന് വായിച്ച് പോവുകയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം എനിക്ക് ക്ലാസ്സും കൂടെ കാണാനുണ്ട്. അപ്പം ഇത് വായിച്ചതിന് ശേഷം ക്ലാസ് കാണാമെന്ന് കരുതി. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ജോഗ്രഫി എനിക്ക് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് മലയാളത്തിനേക്കാളും ഈസി ആയിട്ട് ഇംഗ്ലീഷാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, വായിച്ചിട്ട് പോവാം. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വൃത്തിയായിട്ട് രണ്ടിലും കൂടെ ആകുമ്പോൾ മനസ്സിലാവും എന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, ഞാനിതെല്ലാം ഒന്ന് ആദ്യം വായിച്ച് നോക്കട്ടെ. എല്ലാ തവണത്തെയും പോലെ ഞാൻ നോട്ട്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നോട്ട് കൂടുതലായിട്ട് എഴുതുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മീൻസ് ആദ്യത്തെ പോലെ എപ്പോഴെപ്പോഴും ഒരേ സബ്ജക്റ്റ് ഒരേ ടോപ്പിക്കിൻ്റെ തന്നെ ഒരുപാട് നോട്ട്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇനി നോട്ടിലോട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കരുതിയിട്ടുള്ളത്. അതിന് പകരം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം, അതിന് ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ടിലോ ആയിട്ട് ഷോർട്ട് നോട്ട്. പക്ഷെ നോട്ട് എഴുതും, അത് ഇനി ഇല്ലാത്ത എക്സ്ട്രാ പോയിൻറ്റ്സ് മാത്രം. അതുപോലെ വേദിക്കിൻ്റെ ക്ലാസ് കണ്ടിട്ട് അതിലുള്ള നോട്ട്സ്, അങ്ങനെ ഇല്ലാത്ത നോട്ട്സ് മാത്രമേ ഇനി ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ 3 നോട്ടുണ്ട്. സെയിം സംഭവങ്ങൾ എഴുതിയിട്ടുള്ള നോട്ട്സ് മാത്രം 3. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ MCQ, PYQ ഇതിൻ്റെയൊക്കെ 2 നോട്ട്. ജോഗ്രഫി അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ വെറുതെ സമയം കളയണം എന്തിനാ? ഇനി ഇങ്ങനെ എഴുതണ്ട. ഇനി ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യണം. ദെൻ ഇല്ലാത്ത സംഭവങ്ങൾ അതുപോലെ വേദിക്കിൻ്റെ ക്ലാസ്സിലൊക്കെ നോട്ട്സ് അങ്ങനെയൊക്കെയാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങാം. വേറൊരു ബുക്കും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേദിക്കിൻ്റെ തന്നെ ജിയോഗ്രഫിയാണ്. അപ്പോൾ അവരുടെ ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ടെക്സ്റ്റ് തന്നെ എടുക്കാമെന്ന് കരുതി. ഈ ഒരു ചാപ്റ്ററാണ് ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെയാണ് ഇന്ന് ടെസ്റ്റ് സീരീസ് ഉള്ളത്. 86. ഈ ബുക്കൊന്നും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ബുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്.
ആദ്യം നമുക്ക് PDF മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് പണ്ട്. പിന്നെയാണ് അവർ നമുക്ക് ബുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ബുക്ക് അയച്ചു തന്നു. പക്ഷേ ഞാൻ പൊളിറ്റി മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പൊളിറ്റി ലക്ഷ്മികാന്ത് ഓൾറെഡി കംപ്ലീറ്റഡ് ആയത് കാരണം ഞാൻ ഇവരുടെയും കൂടെ നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹിസ്റ്ററി കുറച്ച് മാത്രം, മോഡേൺ ഹിസ്റ്ററി അങ്ങനെ കുറച്ച് മാത്രം നോക്കിയിട്ടുണ്ട്. വേറെ ബുക്കൊന്നും ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഈ ഒരു ബുക്ക് എടുത്തിട്ട് നോക്കാമെന്ന്. എന്തായാലും അവരുടെ ക്ലാസ് ആകുമ്പോൾ അവരുടെ നോട്ട് തന്നെ ആവുമല്ലോ നന്നാവുക. ഇതും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിലുള്ള നോട്ടായിട്ട് തന്നെയാണ്, എല്ലാം ഷോർട്ടായിട്ട് തന്നെയാണ്. അപ്പോൾ എക്സ്ട്രാ നോട്ട് എഴുതേണ്ട ഒരു കാര്യവും വരുന്നില്ല ഇതിലിനി. ഇത് കൂടാതെ ഇതിപ്പം ഏകദേശം ഒരു 2 വർഷം ആവാനായിട്ടുണ്ടാവും ഇതവരയച്ചിട്ട്. അപ്പം അതിൽ കൂടുതൽ എന്തെങ്കിലും ഇതിലില്ലാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതി വെക്കാം. ഓക്കെ. ഇതിലെ ഏറ്റവും വലിയ മടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്ലാസ് 2 മണിക്കൂറോളം ആണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. എനിക്ക് 2 മണിക്കൂർ ഒക്കെ ഒരു മൊബൈലും പിടിച്ച് ക്ലാസ് കണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര ദഹിക്കുന്നൊരു കാര്യമല്ല. പക്ഷെ വേറെ വഴിയില്ല, അതുകൊണ്ട് കണ്ടു നോക്കാം. എന്തായാലും ജോഗ്രഫി എനിക്ക് അവിടുത്തെ സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. സാറ് നോർത്ത് ഇന്ത്യനാണ്, പക്ഷേ സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഇന്ത്യൻ ഫിസിയോഗ്രഫി വന്നിട്ട് ക്ലാസ് എടുക്കുന്നത് വേറൊരു മാമാണ്. ആ മാമിൻ്റെ ക്ലാസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ കുറച്ചൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര വലിയ ഓൾറെഡി ഞാൻ സാറിൻ്റെ ക്ലാസ്സിന് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം എനിക്ക് ആ മാമിൻ്റെ ക്ലാസ്സിനോട് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇനി എന്തായാലും കണ്ടു നോക്കട്ടെ. ഞാനൊരു 10 മിനിറ്റ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ബാക്കിയും കണ്ടു നോക്കാം. ഇത് വെച്ചിട്ടൊന്ന് പഠിച്ചിട്ട് വരാം. 2 മണിക്കൂറൊക്കെ ഫോണിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു 1 അവർ കഴിഞ്ഞപ്പോൾ ഒന്ന് നിർത്തി. എനിക്ക് ഭയങ്കര തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ, കണ്ണിനും. അപ്പം ഞാൻ അതങ്ങ് നിർത്തി. എന്നിട്ട് പാത്തുവിന് ചെറിയ ഒരു പണിയുണ്ട്. അവൾക്ക് LSSൻ്റെ കുറച്ച് നോട്ട്സ്, ഇപ്പോൾ GK നോട്ട്സ് എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ നോട്ട്സ് ഞാൻ എഴുതി കൊടുക്കാറാണ് പതിവ്, എന്നിട്ട് അവൾ ഇരുന്ന് പഠിക്കാറാണ് പതിവ്. കാരണം എഴുതാൻ പഠിക്കലും കൂടെ ഒരുമിച്ച് നടക്കില്ല, ഒരുപാട് സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രീ ടൈമിലൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെക്കും. ടീച്ചർ ഗ്രൂപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഇടും. GK നോട്ട്സൊക്കെ സ്കൂൾ ചാപ്റ്ററിൻ്റെ നോട്ട്സൊക്കെ അവൾ തന്നെ ചെയ്യും. GK നോട്ട്സ് ഞാനാണ് എഴുതി കൊടുക്കാറ്. അപ്പോൾ അവൾക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കാം. അതുപോലെ രാവിലെ ഇരുന്ന് പഠിക്കും. GK എന്നും എക്സാം ഉണ്ടാവും. പിന്നെ ചാപ്റ്റേഴ്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ അവൾ പഠിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കാമെന്ന് കരുതി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജോഗ്രഫി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കുറച്ച് ബിസി ആയിരുന്നു. ഇനി ഈവനിങ് അങ്ങോട്ടേക്ക് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പഠിക്കുന്നില്ല ഇനി ഈവനിങ്. വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, വീഡിയോസൊക്കെ കാണാൻ പറയുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.